ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 8ന്റെ റിവ്യൂ ആണ്. ബിഗ് ബോസിൽ നിന്ന് ഓരോ ആഴ്ചയും കണ്ടസ്റ്റൻസിൽ ആരെങ്കിലുമൊക്കെ പുറത്തേക്ക് പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഒരു വിഷമം തോന്നാറുണ്ട്. എന്നാൽ ഇന്ന് രതീഷ് പുറത്തേക്ക് പോയപ്പോൾ അദ്ദേഹത്തിലെ ആ ഒരു ഹൃദയശുദ്ധിയുള്ള തൃശ്ശൂർക്കാരനെ കണ്ടപ്പോൾ ചെറിയ വിഷമം തോന്നിയാലും ഒരു കണ്ടസ്റ്റന്റ് എന്ന നിലയിൽ എനിക്ക് അത്ര വലിയ വിഷമം തോന്നിയില്ല. കാരണം രതീഷ് ഗെയിമിൻ്റെ ആ ഒരു മൂഡ് സ്പോയിൽ ചെയ്യുന്നുണ്ടായിരുന്നു. മാറ്റിപ്പിടിക്കാം എന്നുള്ള ഒരു പ്രൊമോ വാക്യവുമായിട്ടാണ് ബിഗ് ബോസ് സീസൺ 6 എത്തിയത്. അവിടെ ഒരു മാറ്റത്തിന് ഉതകുന്ന തരത്തിലേക്കുള്ള ഗെയിം സ്ട്രാറ്റജി ആയിട്ടല്ല രതീഷ് വന്നത്. പതിവ് ചൊറിച്ചിൽ പ്രൊവോക്കിംഗ് സ്ട്രാറ്റജിയാണ് രതീഷ് ഉപയോഗിച്ചത്. അത് ഒരു മാറ്റവും ഇല്ലാതെ ഒരാഴ്ച സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയും ചെയ്തു. അതേപോലെ ഇവിടുത്തെ റിവ്യൂസ് കണ്ട ആളുകൾക്കറിയാം, നമ്മൾ പലതവണ പറഞ്ഞിരുന്നു രതീഷ് എപ്പോൾ ക്വിറ്റ് ചെയ്യുകയാണ് എന്ന് പറഞ്ഞാലും അപ്പോൾ ശ്രദ്ധിച്ചാൽ മതി, പുള്ളി പേടിച്ചിട്ട് വീക്കായിട്ട് ഒരു വഴിയില്ലാതെ പറഞ്ഞാണ്. ഇന്ന് അദ്ദേഹം വേദിയിൽ അത് തുറന്ന് സമ്മതിക്കുകയും ചെയ്തു. രതീഷ് അങ്ങ് ഇല്ലാണ്ടായിപ്പോയ സിറ്റുവേഷനാണ് സുരേഷ് ഏട്ടൻ്റെ ആ ഒരു ആരോപണമൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ രതീഷ് ക്വിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞത് വളരെ ജെന്യൂൻ ആയിട്ട് തന്നെയാണ്. അതിന് മുൻപുള്ള ഒരു വീഡിയോയിൽ അദ്ദേഹത്തെക്കുറിച്ചിട്ടുള്ള ഒരു അനാലിസിസിൽ ഞാൻ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് ജസ്റ്റ് അവിടെ വന്നാൽ മതി, ആ ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്താൽ മതി, എല്ലാം അദ്ദേഹത്തിന് ബോണസാണ്. അതുകൊണ്ട് കയ്യിൽ നിന്ന് പോയാൽ ക്വിറ്റ് ചെയ്യാനായിട്ട് ആൾ റെഡിയാണ്. പക്ഷെ അദ്ദേഹം പ്രതീക്ഷിക്കാത്ത ഒരു പ്രേക്ഷക വിധി ഇതിൽ വന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിനെ ഞെട്ടിച്ച ഒരു സംഗതി. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഹൃദയശുദ്ധിയൊക്കെ മനസ്സിലാക്കുന്ന തരത്തിലേക്കുള്ള വളരെ റെസ്പെക്ട്ഫുള്ളി ഡീൽ ചെയ്ത ഒരു എപ്പിസോഡായിരുന്നു ഇന്ന് ഉണ്ടായിരുന്നത്. അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് അദ്ദേഹം ക്ലിയർ ചെയ്യുന്നുണ്ട്, ഞാൻ ഇങ്ങനെയൊന്നുമല്ല, ശരിക്കും അങ്ങനെയല്ല, അദ്ദേഹം ആക്ട് ചെയ്യുകയാണ്, അദ്ദേഹം വെറുതെ അലമുണ്ടാക്കുകയാണ് എന്നുള്ളത് പ്രേക്ഷകർക്ക് മനസ്സിലായതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഗെയിം പാളിപ്പോയി. അതൊരു കുഴപ്പമില്ലാത്തൊരു മെസ്സേജാണ് ബാക്കി കണ്ടസ്റ്റൻസിനും അതേപോലെ തന്നെ ഇനി ബിഗ് ബോസിലേക്ക് വരുന്ന ആളുകൾക്കും അത് കുഴപ്പമില്ലാത്തൊരു മെസ്സേജാണ്. കണ്ടന്റ് ഉണ്ടാക്കുന്ന ആൾ രതീഷിനെ സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ ഒത്തിരിയധികം ആളുകൾ കമൻറ്റ് ചെയ്യുന്നതൊക്കെ കണ്ടു. ഞാനിട്ട പോളിലൊക്കെ രതീഷിന് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം ഓഡിയൻസിൻ്റെ കമൻറ്റ് റിയാക്ഷൻസ് ചെയ്ത സമയത്ത് പല പ്രേക്ഷകരും പറയുകയുണ്ടായി, അങ്ങനെ ഒരു നിലവാര തകർച്ചയിലേക്ക് ബിഗ് ബോസ് പോകുന്നത് ശരിയല്ല, സ്ഥിരം ഫോർമാറ്റ് മാറ്റി പിടിക്കണം. അപ്പോൾ ഇത് പ്രേക്ഷകരുടെ വിജയമായിട്ടും കണക്കാക്കാം. പിന്നെ നൈസായിട്ട് ഒഴിവാക്കിയില്ലേ എന്നുള്ള തമ്പനിയിൽ എനിക്ക് മനസ്സിൽ തോന്നിയ ഒരു കാര്യം ഇട്ടതാണ്. രതീഷിനെ അവിടെ നിർത്തുന്നത് ബിഗ് ബോസിന് സേഫായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു ചാൻസും വരാൻ സാധ്യതയുണ്ട്. കാരണം ആ ഒരു ഗെയിം അതിൻ്റെ മാറ്റിപ്പിടിക്കാൻ മൂഡിൽ നിന്ന് നല്ല രീതിയിൽ ഡൈവേർട്ട് ആവുന്നുണ്ടായിരുന്നു. ബാക്കിയുള്ള ഒരാളുടെയും കണ്ടന്റ് വരുന്നുണ്ടായിരുന്നില്ല. ലോജിക് ഇല്ലാത്ത അടികളായിരുന്നു കൂടുതൽ. നല്ല രീതിയിൽ വ്യൂസ് ഡ്രോപ്പ് ആയിരുന്നു. നമുക്കേതായാലും ഈ ആഴ്ച ശുഭപ്രതീക്ഷയോടെ കാത്തിരിക്കാം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഇനി സീസൺ 6 എപ്പിസോഡ് 7ൻ്റെ പ്രോപ്പർ റിവ്യൂയിലേക്ക് പോയി കഴിഞ്ഞാൽ വീക്കെൻഡ് എപ്പിസോഡുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണം ലാലേട്ടൻ്റെ ആ ഒരു ഔട്ട്ഫിറ്റ് ആണല്ലോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇന്നലത്തെ ഇത്തിരി വെറൈറ്റി ലുക്കായിരുന്നു. ഇന്ന് ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റ്. അതേപോലെ അദ്ദേഹം ഇങ്ങോട്ട് വന്ന സമയത്ത് ചെറിയൊരു നോട്ടം നോക്കി, ഭയങ്കര ഡെപ്തുള്ളൊരു നോട്ടം, എന്തോ തീരുമാനിച്ച് ഉറപ്പിച്ചതുപോലെ ഉള്ളൊരു വരവ്, നൈസായിട്ടുള്ള ഒരു എപ്പിസോഡ് ഫീല്. ഇന്നത്തെ ഗെയിമുകളൊക്കെ ആയിരുന്നെങ്കിലും എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. ആ ഒരു പുഴു എഴയുന്നത് പോലെ എഴഞ്ഞിട്ട് പോയി ആപ്പിൾ അടിക്കണ പരിപാടി, അയ്യോ അത് ഇത്തിരി ദുരന്ത സീനായിരുന്നു. പക്ഷെ അവിടെ അപ്സരയുടെ ആ ഒരു കളി, അതിലേക്ക് ഞാൻ വരാം. സൺഡേ എപ്പിസോഡുകളിൽ പതിവുള്ളതുപോലെ നോമിനേറ്റഡ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസിനെ വിളിച്ചു നിർത്തി അവരുടെ ഗെയിം പെർഫോമൻസിനെ കുറിച്ചിട്ടും എന്തുകൊണ്ട് നോമിനേറ്റ് ആയി എന്ന കാര്യത്തെക്കുറിച്ചിട്ടുമൊക്കെയാണ് ലാലേട്ടൻ ആദ്യം ചോദിച്ചത്. അപ്പോൾ രതീഷാണ് പറഞ്ഞത്, രതീഷിനൊരു ബോധ്യമുണ്ട്, കളി ചെറിയുള്ള കയ്യിൽ നിന്ന് പോയി, നാവാണ് പ്രശ്നം എന്നൊക്കെ രതീഷ് പല അവസരങ്ങളിലും പറയുന്നുണ്ട്. അതുപോലെ തന്നെ രതീഷ് പറഞ്ഞു, ജിൻഡോ പറഞ്ഞു, വന്നപ്പം ഞാനിങ്ങനെ നോക്കുകയൊക്കെ ആയിരുന്നു, ഞാനിപ്പോൾ കളി മാറ്റി പിടിച്ചിട്ടുണ്ട്, ജനങ്ങൾ തീരുമാനിക്കട്ടെ. അൻസിബ പറഞ്ഞത്, ഞാൻ അങ്ങനെ എല്ലാ കാര്യങ്ങളിലൊന്നും പ്രതികരിക്കുന്നില്ല, ഇൻവോൾവ് ആവുന്നില്ല, അതുകൊണ്ടായിരിക്കാം അവരെന്നെ നോമിനേറ്റ് ചെയ്തത്. ഈ ഒച്ചയും ബഹളമൊന്നും വെച്ചില്ല എന്നുണ്ടെങ്കിൽ നോമിനേറ്റഡ് ആവും എന്നുള്ള ചിന്തയിലായിരിക്കും അത് പറഞ്ഞത്. അങ്ങനെ ഒച്ചയും ബഹളവും വെച്ചാലേ നിലനിൽക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ചിന്ത ഇപ്പം മാറിയും കാണുമല്ലോ. ശരണ്യ പറഞ്ഞു, ഞാൻ പരിചയപ്പെടാനൊക്കെ ശ്രമിച്ചിരുന്നു ആളുകളെയൊക്കെ, പക്ഷേ എനിക്ക് എല്ലാ ആളുകളും അത്ര ഫ്രണ്ട്ലി ആയിട്ട് തോന്നിയില്ല. അപ്പം ശരണ്യ വിചാരിച്ചിരിക്കുന്നത് താൻ ആളുകളുമായിട്ട് അത്ര മിങ്കിൾ ചെയ്യാത്തതുകൊണ്ടാണ് ബാക്കിയുള്ള വ്യക്തികൾ തന്നെ നോമിനേറ്റ് ചെയ്തത്. അങ്ങനെയുള്ള കമൻസും കഴിഞ്ഞ ദിവസം നോമിനേഷൻ്റെ വേളയിൽ അവർ പറഞ്ഞിരുന്നല്ലോ. നോറ പറഞ്ഞു, താൻ ഇമോഷണലി വീക്ക് എന്നുള്ള രീതിയിലാണ് ആദ്യ ആഴ്ച ആളുകൾ മനസ്സിലാക്കിയത്, പക്ഷേ ആ ഒരു വീക്ക്നെസ്സും ഗെയിമിലെ വീക്ക്നെസ്സും വേറെയാണ്, എന്നെ അറിയാത്തതുകൊണ്ടാണ് ഞാൻ കുറച്ചും കൂടെ ഒന്ന് ഓണായി വരുന്നുണ്ട് എന്നൊക്കെ നോറ അവിടെ പറയുന്നുണ്ട്. നോറയ്ക്ക് അറിയാം ആ ഒരു ഇമോഷണൽ അപ്രോച്ചാണ് പണിയായിപ്പോയത്. അത് ആദ്യ ദിവസങ്ങളിൽ ഇത്തിരി ഭീകരമായിരുന്നു. പക്ഷേ ഗബ്രി അവിടെ കുറച്ച് ഓവറായിട്ട് ആ ഒരു വീക്ക്നെസ്സിനെ ഉപയോഗപ്പെടുത്തിയതുകൊണ്ട് ഗബ്രിക്ക് അത് നെഗറ്റീവായി, നോറയ്ക്ക് അത് പോസിറ്റീവായി മാറുകയും ചെയ്തു. റോക്കി അവിടെയും പവർഫുൾ ഗെയിമറാണ്. റോക്കി പറഞ്ഞു, ഓപ്പൺ നോമിനേഷനിലാണ് ഞാൻ നോമിനേറ്റഡ് ആയത്, വ്യക്തി വൈരാഗ്യം തീർക്കാൻ വേണ്ടിയാണ് അവരെന്നെ നോമിനേറ്റ് ചെയ്തത്,
പവർ ഗ്രൂപ്പിലുള്ള ആളുകളൊക്കെ ഭയങ്കര വിഷയമാണ് എന്നൊക്കെ റോക്കി അവിടെ നല്ല രീതിയിൽ പറഞ്ഞു. പക്ഷേ പവർ ഗ്രൂപ്പിലുള്ള ആളുകൾ അതിൻ്റെ അതൃപ്തിയൊക്കെ അവിടെ രേഖപ്പെടുത്തുന്നുണ്ടായിരുന്നു. സിജോ പറയുന്നു പ്രേക്ഷകരോട് ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്, അപ്പോൾ അവരെ ബോറടിപ്പിക്കല്, അവരെ എൻ്റർടൈൻ ചെയ്യണം, അപ്പോൾ അതൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ലാലേട്ടൻ ഇന്നലെ ആവർത്തിച്ചതുപോലെ വീണ്ടും ആവർത്തിച്ചു. അതല്ലല്ലോ ഇവിടെ പറയേണ്ടത്. ഇന്നലെയും ചോദ്യത്തിന് വിപരീതമായിട്ടുള്ള ഉത്തരമാണ് പല ആളുകളും കൊടുത്തത്. അതിനുശേഷം സുരേഷ് ഏട്ടൻ അദ്ദേഹത്തിന് പുതിയൊരു പ്ലാറ്റ്ഫോമാണ്, ഇത്തിരി സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇത്തിരി സന്തോഷം കുറഞ്ഞു എന്നൊക്കെ ലാലേട്ടനോട് പറയുന്നുണ്ട്. ലാലേട്ടൻ പറഞ്ഞു ഇതൊരു ഗെയിമല്ലേ, ആ ഒരു രീതിയിലൊക്കെ നോക്കിക്കാണ് എന്നുള്ള രീതിയിൽ സുരേഷിനെ ഉപദേശിച്ച് അവിടെ ഇരുത്തുന്നു. അതിനുശേഷം പവർ ടീമിൻ്റെ ഭാഗത്ത് നിന്ന് യമുന റാണി അവരുടെ നിസ്സഹായാവസ്ഥ എടുത്തു പറഞ്ഞു. പവർ ഒന്നും ഉപയോഗിക്കാൻ പറ്റുന്ന അറ്റ്മോസ്ഫിയർ അല്ല ഇത്, ഈ പവർ ഉപയോഗിക്കുന്നില്ല, പവർ കഴിവില്ലാത്തവരുടെ കിട്ടി എന്നൊക്കെ ഉള്ളതാണല്ലോ റോക്കിയുടെ ആരോപണം. അപ്പോൾ പവർ ഒന്നും ഉപയോഗിക്കാൻ പറ്റുന്ന അറ്റ്മോസ്ഫിയർ ഇവിടെ ഇല്ല. പവർ ടീമിലെ എല്ലാ അംഗങ്ങൾക്കും ആ ഒരു പരാതിയുണ്ട്, ആരും ബഹുമാനിക്കുന്നില്ല, പവർ ഉള്ളവനെ ബഹുമാനിക്കുന്നില്ല. അത് ബഹുമാനിപ്പിക്കുക എന്നുള്ളത് ഒരു ഗെയിമാണ്, അതിൽ പരാജയപ്പെട്ടു, അതല്ലാതെ വേറെന്ത് പറയാനാണ്. ഫിസിക്കൽ അലേർട്ട്, ഫിസിക്കൽ അസോൾട്ട്, അങ്ങനെ പലവിധ പദപ്രയോഗങ്ങളിൽ കൂടെ കഴിഞ്ഞ ദിവസം പ്രേക്ഷകരെ ഞെട്ടിച്ച ആളാണ് ജിൻഡോ. സിജോയെ പുറത്താക്കാൻ വേണ്ടിയുള്ള നിരാഹാര സത്യാഗ്രഹം അടക്കമുള്ള മാർഗങ്ങൾ ജിൻഡോ പരീക്ഷിച്ച് നോക്കി. അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ഉറങ്ങിപ്പോയി, ലക്ഷറി പോയിന്റുകളും പോയി. അപ്പോൾ ജിൻഡോയുടെ ആ ഒരു പ്രശ്നത്തിന് വളരെ രസകരമായിട്ടുള്ള ഒരു പരിഹാരമാണ് ലാലേട്ടൻ ഉദ്ദേശിച്ചത്. ഒരു വലിയ ഡോക്ടർ വന്നു, രതീഷാണ് കഥക് തുറന്നത്, പേടിച്ച് പണ്ടാറടങ്ങിപ്പോയി രതീഷ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ വലിയൊരു സിറിഞ്ച് ഉണ്ടായിരുന്നു. വളരെ ഫണ്ണി ആയിട്ട് ആ ഒരു സിറ്റുവേഷൻ പരിഹരിച്ചു. എല്ലാ ആളുകൾക്കും ജിൻഡോ വീണ്ടും ഒരു കോമഡി പീസ് ആയി പോകുന്നതാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. രസകരമായിട്ട് പരിഹരിക്കാനായിട്ട് ബിഗ് ബോസ് ടീം ഈ ഒരു വഴി കൊണ്ടുവന്നത് നന്നായി. ഈ ഡോക്ടർ മറ്റേ സൂചിയായിട്ട് വരുന്ന സമയത്ത് കുറേയധികം ആളുകൾ പ്രിഡിക്റ്റ് ചെയ്തു അത് വൈൽഡ് കാർഡാണ് എന്നൊക്കെ. പക്ഷെ അങ്ങനെയൊന്നും അല്ലായിരുന്നു, അവർ വെറുതെ കോമഡി ആയിട്ട് വന്നതാണ്. പണ്ടും അങ്ങനെ ആളുകൾ അകത്തേക്ക് വരാറുണ്ടല്ലോ, മറ്റേ മുങ്ങൽ വിദഗ്ധനൊക്കെ അങ്ങനെയാണല്ലോ വന്നത്. അങ്ങനെയുള്ള മുങ്ങൽ വിദഗ്ധൻ അല്ലാതെ വേറെ കോസ്റ്റ്യൂം ഇട്ടിട്ടും ആളുകൾ ഗെയിമിൻ്റെ ഇടയിലേക്ക് അങ്ങനെ വരാറുണ്ടായിരുന്നു. ഏതായാലും പ്രൊമോയിൽ കാണിച്ചതുകൊണ്ടായിരിക്കാം വൈൽഡ് കാർഡ് എന്ന ആളുകൾ തെറ്റിദ്ധരിച്ചത്. അതിനുശേഷം പവർ ടീമിൻ്റെ ഭാഗത്ത് നിന്ന് ശ്രീരേഖ പറയുന്നു ഗെയിമിൽ ഞാനിപ്പോൾ ഇന്നായി, ആ ദിവസം ഇത്തിരി ഡൗൺ ഒക്കെ ആയിരുന്നു, ഇമോഷണലായി പോയി എന്നൊക്കെ പറഞ്ഞ് ശ്രീരേഖ പറയുന്നുണ്ട്. അതിനുശേഷം അർജുൻ പറയുന്നു ആളുകളെയൊക്കെ ഒബ്സർവ് ചെയ്യുകയായിരുന്നു, ഇനി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഗെയിം മാറ്റി കളിക്കാം. നിഷാൻ ഓപ്പണായിട്ട് പറയുന്നുണ്ട് എനിക്ക് കളിക്കാൻ പറ്റിയില്ല, ഞാൻ ഉദ്ദേശിച്ച കളിയല്ല, ഞാൻ പന്ത് കളിയും മറ്റേ എന്തോ കാർഡ് കളിയൊക്കെയാണ് ബിഗ് ബോസിൽ ഉദ്ദേശിച്ചത്. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞത് തനിക്കത് വീട്ടിലുകാരിരുന്ന് കളിച്ചാൽ പോലും എന്തിനാണ് ഇങ്ങോട്ട് വരുന്നത്. അത് നിഷാനിക്ക് വലിയ വിഷമമായി കേട്ടോ. അതിപ്പോൾ വിഷമിക്കുന്നത് നല്ലതാണ്, അതും ഈ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ വിഷമിക്കുന്നത് നല്ലതാണ്. ഈ ഇടയ്ക്കത് ആലോചിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പം നിഷാന എന്തെങ്കിലും ഒരു ഗെയിം പുറത്തേക്ക് കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കാം. അതിനുശേഷം സുരേഷ് ഏട്ടനോട് ലാലേട്ടൻ മറ്റേ ഇഷ്യൂവിനെ കുറിച്ചിട്ട് ചെറുതായിട്ട് ചോദിക്കുന്നുണ്ട്. സെക്ഷൽ ഹരാസ്മെൻറ്റ്, ഒരു തമാശക്കാരനൊക്കെ ആണല്ലോ സുരേഷ് ഏട്ടൻ. വളരെ സരസമായിട്ട് രമ്യതയിൽ പരിഹരിച്ച് പോകാൻ പറ്റില്ലേ എന്നുള്ളൊരു ചോദ്യം വളരെ പക്വതയോടെ ചോദിക്കുന്നുണ്ട്. സുരേഷ് ഏട്ടൻ അതിനൊരു യെസ് മൂളിയ സമയത്ത് ആ ഒരു പ്രശ്നം അവിടെ പരിഹരിക്കപ്പെട്ടു. ആ ഒരു പ്രശ്നം വളരെ രമ്യതയിൽ പരിഹരിക്കപ്പെട്ടിട്ടാണ്, സിമ്പിളായിട്ട് പരിഹരിക്കപ്പെട്ടിട്ടാണ് രതീഷിനെ എവിക്റ്റ് ചെയ്യുന്നത്. അതാണ് ഞാൻ പറഞ്ഞ നമ്മൾ വീക്കെൻഡ് എപ്പിസോഡുകളിൽ കാത്തിരുന്ന് കാണണമെന്ന് പറഞ്ഞ ആ ഒരു പ്ലാൻ. ഇതൊക്കെ നമ്മൾ നോക്കി പഠിക്കേണ്ട ചില സംഗതികളാണ് കേട്ടോ. ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ എങ്ങനെയാണ് ഇത്ര വലിയൊരു പ്രശ്നത്തെ സിമ്പിളായിട്ട് പരിഹരിക്കേണ്ടത്. ഇപ്പോൾ എവിക്ഷൻ എന്ന് പറയുന്ന ഒരു നടപടിയിൽ കൂടെ പുറത്തേക്ക് പോകുന്നു. രതീഷിന് പ്രശ്നമില്ല, സുരേഷിന് പ്രശ്നമില്ല, പ്രേക്ഷകർക്ക് പ്രശ്നമില്ല. പിന്നെ ഒരാൾ എവിക്റ്റ് ആവുന്ന സമയത്ത് സ്വാഭാവികമായിട്ടുണ്ടാവുന്ന ചില മറുമറുപ്പുകളൊക്കെ മാത്രമേ ഇതിനകത്തും ഉണ്ടാവുള്ളൂ. ലാലേട്ടൻ ഒരു ബ്രേക്ക് എടുത്ത സമയത്ത് ഹൗസിൽ വീണ്ടും റോക്കിയുടെ വിളയാട്ടമായിരുന്നു. റോക്കിയുടെ ഭയങ്കരമായിട്ടുള്ള വിളയാട്ടങ്ങളാണ്. റോക്കി അപ്പം തന്നെ നിഷാനെ പഠിപ്പിക്കാൻ വന്നു. റോക്കി അതൊക്കെ അനാവശ്യമായിട്ട് പഠിപ്പിക്കാൻ പോകുന്നതാണ്. മാസാണ്, രസമാണ് കണ്ടുകൊണ്ടിരിക്കാനായിട്ട്. എപ്പോഴെങ്കിലും കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പണിയാണ്. ഇനിയിപ്പം റോക്കി ആയിരിക്കും ഒറ്റപ്പെടാനായിട്ട് മെനക്കെട്ടിറങ്ങുന്നത്. അപ്പോൾ റോക്കി നിഷാനോട് പറഞ്ഞു താൻ ഒരാളുടെ അവസരമാണ് നഷ്ടപ്പെടുത്തിയത്, ആ സ്ത്രീ അവിടെ കിടന്നിട്ട് കരയുന്നു. അവിടെയും റോക്കിക്ക് ഒരേ ഒരു എതിരാളി ഹീറോയിൻ ജാസ്മിൻ. പിന്നെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ റോക്കി അല്ല ആരാണെങ്കിലും മിണ്ടാതെ ഇരിക്കേണ്ടി വരും. ബിഗ് ബോസ് ഹൗസാണ്, കടന്നൊന്നും ചെയ്യാൻ പറ്റില്ല. റോക്കി ജാസ്മിൻ്റെ അടുത്ത് ചൂടാവത്തില്ല. എന്നാൽ അപ്സരയൊക്കെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് വരുമ്പോഴത്തേനും റോക്കി അങ്ങ് തുള്ളി വരും, ഇപ്പം അടിക്കും എന്നുള്ള മൂഡിലേക്ക് വരും. എന്നാൽ ജാസ്മിൻ പറയുന്ന സമയത്ത് റോക്കിക്ക് ഒന്നും മിണ്ടാനില്ല. ഹീറോയിൻ എന്ന് പറയുന്ന ആ ഒരു കിരീടം 5 വോട്ടുകൾ നേടി ജാസ്മിൻ സ്വന്തമാക്കിയത്. ഇന്നത്തെ പ്രധാന അജണ്ട ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണല്ലോ. ഇപ്പോൾ കണ്ടസ്റ്റൻസ് ഒക്കെ നിരന്ന് നിന്ന് അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം ഋഷിയോടാണ് ലാലേട്ടൻ ചോദിച്ചത് എങ്ങനെയുണ്ട് അർജുൻ, തിരിങ്ങളെ സ്ട്രോങ് ആയിട്ടുള്ള ഒപ്പീനിയൻ ഒക്കെ പറയണം, ആരെ ഹേർട്ട് ചെയ്യാതൊക്കെയാണ് അർജുൻ പറയുന്നത്. അപ്പോൾ ഋഷി എങ്ങനെയാണ്, അല്ല ഞാനും അങ്ങനെയാണ് എന്നുള്ള രീതിയിൽ ഋഷി മറുപടി കൊടുക്കുന്നു. റസ്മിൻ പറഞ്ഞു പൊതുവേ ഇവിടെ ആളുകൾ ക്യാപ്റ്റനെ അങ്ങനെ റെസ്പെക്ട് ചെയ്യാറില്ല, എന്നാലും അർജുൻ നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. സര പറഞ്ഞത് വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റാണ്. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ക്യാപ്റ്റൻ നൈസായിട്ട് അതിൽ നിന്ന് വലിയും, എല്ലാ കാര്യത്തിലും ഇടപെടില്ല. സുരേഷിന് അർജുൻ ഓക്കെയാണ്, ഒരു വിഷയമില്ലാത്തൊരു ക്യാപ്റ്റനാണ് എന്നുള്ളൊരു ടോണാണ്. സിജോ നല്ലൊരു കണ്ടുപിടുത്തം നടത്തിയിട്ടുണ്ട്. ക്യാപ്റ്റൻ ആയതുകൊണ്ടാണ്
എല്ലാ ആൾക്കാരെയും പ്ലീസ് ചെയ്യേണ്ടതുകൊണ്ടാണ് അർജുൻ അങ്ങനെ ഒരു ഗെയിം അല്ലെങ്കിൽ അങ്ങനെ ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചത്. ക്യാപ്റ്റൻ അല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അർജുൻ നല്ല രീതിയിൽ പെർഫോം ചെയ്തേനെ. റോക്കി അദ്ദേഹത്തിന് കിട്ടിയ സ്പേസ് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നുണ്ട്. സൈലന്റ് അസാസിനാണ്, അയാൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ലാലേട്ടൻ ഉവ്വ എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയ രീതിയിൽ റോക്കി ഒന്ന് ഇരുത്തുന്നുണ്ട്. റോക്കി സ്പേസ് എടുക്കുകയാണെന്നുള്ളത് ലാലേട്ടൻ മനസ്സിലായി കാണും. അപ്പോൾ റോക്കി പറഞ്ഞൊരു കാര്യം രസമായിരുന്നു. പവർ എന്ന് പറയുന്നത് ഭയങ്കര ഡേഞ്ചറാണ്, അത് ഉപയോഗിക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ തിരിച്ചടിക്കും. കൊച്ചു കുഞ്ഞിൻ്റെ മിഷൻ ഗണ്ണ് കിട്ടിയതുപോലെയാണ് അർജുൻ്റെ കയ്യിൽ പവർ കിട്ടിയത്. അതിനുള്ള പക്വതയില്ല എന്നുള്ള ഒരു ടോണാണ്. അപ്പം ലാലേട്ടൻ നൈസായിട്ട് തന്നെ അത് കേട്ടു. എനിക്കും അത് ഇത്തിരി ഓവറായിട്ട് റോക്കി അങ്ങോട്ട് ബാക്കിയുള്ള എല്ലാ ആൾക്കാരെയും അങ്ങോട്ട് അപമാനിക്കുന്ന പോലെ എനിക്ക് തോന്നി. അയാൾക്ക് ഭയങ്കര ഒരു അയാളാണ് മിടുക്കൻ എന്ന് പറയുന്ന ഒരു തോന്നൽ എവിടെ നിന്നോ കയറിയിട്ടുണ്ട്. നോറയ്ക്ക് അർജുൻ അടിപൊളി ക്യാപ്റ്റനാണ്. നോറ കഴിഞ്ഞ ഒരാഴ്ചയൊക്കെ ആയിട്ട് ക്യാപ്റ്റൻസിയെ കുറിച്ചിട്ട് പറയുന്ന സമയത്തും അർജുനെ കുറിച്ച് പറയുന്ന സമയത്തൊക്കെ ഹെവി സപ്പോർട്ട് കൊടുക്കുന്നത് നമ്മൾ ത്രൂ ഔട്ട് കാണുന്നതാണ്. അപ്പം നോറയ്ക്ക് നല്ല സപ്പോർട്ട്. അൻസിബ പറഞ്ഞു അർജുൻ ഗുഡാണ്, പൊളൈറ്റ് ആയിട്ട് എല്ലാ ആൾക്കാരോടും പെരുമാറുന്ന ഒരു രീതി ആയതുകൊണ്ടായിരിക്കാം ക്യാപ്റ്റൻസിയിൽ അത് കാണുന്നത്. അതും ഓക്കെ ആയിരുന്നു. ജിൻഡോ വളരെ സപ്പോർട്ടാണ്. ജിൻഡോ പറഞ്ഞത് ഇവിടെയുള്ള എല്ലാ കണ്ടസ്റ്റൻസിനെയും തല്ലി പിടിക്കാതെ കൊണ്ടുപോകുക എന്ന് പറയുന്ന ഒരു ടാസ്ക് അർജുൻ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല. രതീഷ് കഴിഞ്ഞ ദിവസം അഭിപ്രായത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്, മോശം ക്യാപ്റ്റനാണ്, ഭയങ്കര പാർഷ്യാലിറ്റി ആണ് എന്നൊക്കെ ഉള്ളതാണ് രതീഷിന്റെ പക്ഷം. അത് രതീഷിന്റെ കയ്യിലിരിപ്പ് കാരണമാണോ എന്നുള്ളത് അറിയില്ല. എന്നാലും ഈ പവർ ടീമിനെ ചൂസ് ചെയ്ത പവർ ഗ്രൂപ്പിന്റെ ആ ഒരു തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്ന അർജുൻ, അല്ലെങ്കിൽ അർജുനെ ക്യാപ്റ്റനാക്കിയ അവരോട് ഒരു സ്നേഹം കാണിക്കുന്നു, അവരുടെ വാക്കുകൾക്ക് കൂടുതൽ വാല്യൂ കൊടുക്കുന്നു എന്നുള്ളത് നോർമലായിട്ട് വരുന്ന ഒരു സംഗതിയാണല്ലോ. ലാലേട്ടൻ കറക്റ്റായിട്ട് തന്നെ റോക്കിയെയും അതേപോലെ തന്നെ സിജോയൊക്കെ ഈ ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. റോക്കി പറയുന്നത് അനർഹമായിട്ട് ഈ ക്യാപ്റ്റൻസി എടുത്തു അങ്ങനെയൊക്കെയുള്ള ആരോപണങ്ങളാണല്ലോ. അപ്പോൾ റോക്കിയും അതൊക്കെ തന്നെയാണ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. റോക്കിയെ ക്യാപ്റ്റൻ ആക്കണമെന്ന് ആദ്യം തന്നെ മത്സരത്തിന് മുൻപ് തന്നെ സിജോയോട് റോക്കി ഉത്തരവിട്ടിരുന്നു. അതും വലിയ കാര്യമായിട്ടുള്ള റിക്വസ്റ്റ് ഒന്നും അല്ലായിരുന്നു. അതൊരു ഗെയിം, അതൊരു ബിസിനസ് ഡീൽ പോലെയാണ് റോക്കി ഡീൽ ചെയ്തത്. പക്ഷേ അതും ഗെയിമാണ് കേട്ടോ. പക്ഷെ ആ ഒരു ഗെയിം റോക്കി കളിച്ചിട്ട് ബാക്കിയുള്ള ആൾക്കാരെ കുറ്റം പറയുന്നത് എനിക്കും അത് ഭയങ്കര ഡബിൾ സ്റ്റാൻഡായിട്ട് തോന്നിയായിരുന്നു. ജാസ്മിൻ പറയുന്നു ക്യാപ്റ്റൻ ഓക്കെയാണ്, പക്ഷേ ക്യാപ്റ്റൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്, എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതൊന്നും ക്യാപ്റ്റൻ അറിയില്ല. പിന്നെ എല്ലാ ആൾക്കാരും കോമൺ ആയിട്ട് പറഞ്ഞൊരു സംഗതിയുണ്ട്, ഈ ഫസ്റ്റ് വീക്കിലെ ക്യാപ്റ്റൻസി എന്ന് പറയുന്നത് ഭയങ്കര റിസ്ക്കിയാണ്. അപ്പോൾ ആ ഒരു വലിയ റിസ്ക്കാണ് അർജുൻ എടുത്തത്. അതുകൊണ്ട് പൊതുവെ അർജുൻ അനുകൂലമായിട്ടാണ് അഭിപ്രായങ്ങൾ വന്നത്. ഗബ്രി ഭക്ഷണം നിഷേധിച്ച ഒരു കാര്യമൊക്കെ പവർ റൂമിനെ കുറിച്ചിട്ട് സംസാരിക്കുന്ന വേളയിൽ ഉയർന്നു വന്നു. ലാലേട്ടൻ ഇത്തിരി സീരിയസ് ആയിട്ട് തന്നെ അതിനെക്കുറിച്ചിട്ട് ചോദിച്ചു. നോറാണെങ്കിൽ കറക്റ്റ് ഓൺ ടൈമിൽ എഴുന്നേറ്റ് നിന്ന് ഗബ്രിക്കെതിരെ കൂടുതൽ ആരോപണങ്ങൾ അങ്ങ് നിരത്തി. അത് ഗബ്രിക്ക് ഇത്തിരി ക്ഷീണമായിപ്പോയി. ഗബ്രി എക്സ്പ്ലനേഷൻ പറയാൻ വന്നപ്പോഴത്തേന് ലാലേട്ടൻ നോ എന്ന് പറഞ്ഞു, വേണ്ട എന്നുള്ള രീതിയിൽ പറഞ്ഞു. കാരണം ഗബ്രി തെറ്റാണെന്ന് സമ്മതിക്കുന്നുണ്ട്. അതിലൂടെ വളരെ സീരിയസ് ആയിട്ട് ചോദിക്കേണ്ട ഒരു സംഗതി ഉണ്ടായിരുന്നല്ലോ, നോറ പേര് മാറ്റിയത് നോറയ്ക്ക് ഐഡന്റിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് എന്നൊക്കെ ഗബ്രി ആരോപിച്ചിരുന്നു. മാതാപിതാക്കളോട് ബഹുമാനം ഇല്ലാത്തതുകൊണ്ടാണ് എന്നൊക്കെ ഉള്ള ഒരു അമ്മാവൻ ടൈപ്പ് ടോക്കൊക്കെ അടിച്ചിരുന്നു. അപ്പോൾ അതും ചോദിച്ചു. കൂടുതൽ എക്സ്പ്ലനേഷന് അവസരം ഗബ്രിക്ക് കിട്ടിയില്ല. അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും ഇല്ല, അത് തെറ്റ് തന്നെയാണ്. അതിനിടയ്ക്ക് ഇത്തിരി ടൈം കിട്ടിയപ്പോഴത്തേന് രതീഷ് വീണ്ടും ഒരു സ്ത്രീവിരുദ്ധ പരാമർശത്തിലേക്ക് പോയി എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ അതൊക്കെ നൈസായിട്ട് ഡീൽ ചെയ്യപ്പെട്ടു. ഇപ്പോൾ കഴിഞ്ഞ സീസണൊക്കെ ആയിരുന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമായേനെ. ഈ പവർ സ്ത്രീകൾ ദുരുപയോഗം ചെയ്തു, ഗബ്രി അത് യൂസ് ചെയ്തു എന്നാണ്ടൊക്കെ ഉള്ള ഒരു ആരോപണം. അതിന് അവിടെ ചെറിയ ഒച്ചപ്പാടും ബഹളമൊക്കെ ആയി. അത് കഴിഞ്ഞിട്ടാണ് മറ്റേ ക്യാപ്റ്റൻസി ടാസ്ക് വരുന്നത്. അപ്പോൾ ക്യാപ്റ്റൻസി ടാസ്ക് വരുമ്പോഴത്തേന് ആരുണ്ട്? അപ്സരയുണ്ട്, അതേപോലെ തന്നെ റസ്മിനുണ്ട്, പിന്നെ സിജോ ഉണ്ട്. അപ്പോൾ അവിടെ ഒരു ചോദ്യം വരുന്നുണ്ട്, ആര് ഇതിൽ വിജയിക്കും? പുഴുവായിട്ട് അഴിഞ്ഞു പോയി ആപ്പിൾ എടുക്കുന്ന പരിപാടിയാണല്ലോ. അപ്പം സ്വാഭാവികമായിട്ടും നമ്മൾ വിചാരിക്കുന്ന എന്താണ്, ഞാൻ ഇവരുടെ ഗെയിം പെർഫോമൻസ് ഒക്കെ വെച്ചിട്ട് വിചാരിച്ചത് റസ്മിൻ അടിച്ചെടുക്കുമായിരിക്കും. അപ്പോൾ അവിടെ നേരെ സിജോയ്ക്ക് അനുകൂലമായി കാര്യങ്ങൾ. അപ്പോൾ സിജോയും റസ്മിനും മാത്രം അവിടെ ടോക്കിൽ വരുന്നുള്ളൂ. അത് അപ്സരയെ ചെറിയ രീതിയിൽ വിഷമിപ്പിച്ചിരുന്നു. അപ്പോൾ നമ്മളത് ശ്രദ്ധിച്ചില്ല. അപ്സര പിന്നീട് ഭയങ്കര വികാരാധീനമായിട്ടത് പറഞ്ഞപ്പോഴാണ് ശ്രദ്ധിച്ചത്. ഏതായാലും ക്യാപ്റ്റൻസി ടാസ്ക് ഇത്തിരി ടാസ്ക് ആയിരുന്നു കേട്ടോ. പക്ഷെ അതിനകത്തൊരു ബുദ്ധിപരമായിട്ടുള്ള കളി അപ്സര അവസാനം കണ്ടുപിടിച്ചു. അത് മറ്റവർക്ക് കിട്ടിയില്ല. ശരീരം മുഴുവൻ ക്ലീൻ ഫിലിം വെച്ചിട്ട് ചുറ്റി ഇഴഞ്ഞു പോകാന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ ടാസ്ക് അല്ല. ഏതായാലും ബാക്കിയുള്ള ആൾക്കാർ ദയനീയമായിട്ട് പരാജയപ്പെട്ടപ്പോൾ അപ്സര നല്ല രീതിയിൽ അത് ഫിനിഷ് ചെയ്തു. ശരിക്കും അടിപൊളി പൊരുതി നേടിയ വിജയം എന്ന് പറയേണ്ടി വരും. അപ്സര അങ്ങനെ ആ ഒരു ക്യാപ്റ്റൻസി ടാസ്കിൽ വിജയിക്കുകയാണ്. അതിനു മുൻപ് റോക്കിയുമായിട്ട് അപ്സര ഒന്ന് കൊമ്പ് ഓർത്തിരുന്നു. അപ്പോൾ റോക്കിയുടെ തല്ലാൻ പോണ ബിഹേവിയറൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ അനാവശ്യമാണ്. അപ്പം ആ ഒരു അടി കഴിഞ്ഞിട്ട് ഈ ഒരു ചെറിയ ഡൗൺ സിറ്റുവേഷനിൽ നിന്നിട്ട് ഈ ഒരു ക്യാപ്റ്റൻസി കിട്ടിയപ്പോഴത്തേന് അപ്സരയ്ക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ചാർജായി. അത് അവർക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് നൽകി. അപ്പം അത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു വിജയ പ്രസംഗത്തിൽ നമ്മൾ കേട്ടു. പഴയ NCCയുടെ ആളായിരുന്നു, അച്ഛൻ പോലീസുകാരനാണ് എന്നൊക്കെ അഭിമാനത്തോടെ പറഞ്ഞു. അപ്പോൾ NCCക്കാർക്കൊക്കെ അതൊരു വലിയ പ്രചോദനമാണ്.
അത് നൈസ് ഒരു മൊമെൻ്റ് ആയിരുന്നു. റോക്കി അപ്സരയോട് വളരെ മോശമായിട്ടാണ് സംസാരിച്ചത്, പെരുമാറ്റം വളരെ മോശമായിരുന്നു. അപ്പം റോക്കി കോവിലത്തമ്മയെന്നൊക്കെ അപ്സരയെ വിളിക്കുകയുണ്ടായി. അതൊക്കെ എന്തിനാണ് അങ്ങനെയൊക്കെ വിളിക്കുന്നത്? അത് തന്നെയല്ല റോക്കിയുടെ ഒരു ഗെയിം പലപ്പോഴും സ്ത്രീകളെ ഉപദേശിക്കുക, അവരെ പഠിപ്പിക്കുക, അവരുടെ ബുദ്ധി അളക്കുക. ഇപ്പം ശ്രീരേഖ തൊട്ട് റോക്കി പല കാര്യങ്ങൾക്ക് നമുക്ക് യോജിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിലും അവരെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നത് ഭയങ്കര ബോറാണ്. അതുപോലെ തന്നെ ഈ സ്ത്രീകളുടെ അടുത്ത് നിന്ന് നല്ല രീതിയിൽ കേൾക്കുന്നതും പുള്ളിയുടെ ആ ഒരു ഹീറോ പരിവേഷത്തിനും അങ്ങനെ ഏൽപ്പിക്കുന്ന ഒരു സംഗതിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ റോക്കി അത് പിടിച്ച് കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചില്ലെങ്കിൽ ഒറ്റപ്പെടാൻ പറ്റുമായിരിക്കും. അപ്പോൾ അതൊരു ഗെയിമാണല്ലോ. ഇവിടെ രതീഷിൻ്റെ പുരുഷാധിപത്യ ചൊവ്വയുള്ള ഒരു സംസാരം കണ്ടസ്റ്റൻസ് ഐഡൻറ്റിഫൈ ചെയ്തായിരുന്നു. കാരണം സിജോ ജയിക്കും, സിജോ ഒരു മെയിലാണ് എന്നുള്ള ഒരു പരാമർശം വന്നിരുന്നു. ലാലേട്ടൻ അത് ചോദ്യം ചെയ്യുകയുണ്ടായി. ഏതായാലും അവസാനം രതീഷ് അത് മാനേജ് ചെയ്തു. സിജോയ്ക്ക് പവർ കൂടിപ്പോയതുകൊണ്ടാണ് എന്നുള്ളത്. കാരണം പവർ കൂടുമ്പോഴത്തേന് ക്ലീൻ ഫിലിമൊക്കെ പൊട്ടിത്തെറിക്കുമല്ലോ. അങ്ങനെയാണ് സിജോ ഔട്ടായത്. സിജോ ആദ്യം തന്നെ ഔട്ടായി എന്നുള്ളത് എനിക്കറിയായിരുന്നു. അപ്പോൾ ബാക്കിയുള്ള ആൾക്കാർ എന്തോ സിജോ ഔട്ടായി എന്ന് അവർക്ക് പറയാനായിട്ടൊരു മടിയുണ്ടായിരുന്നു. സിജോയെ ഹീറോ ആയിട്ട് വോട്ട് കൊടുത്ത് തിരഞ്ഞെടുത്തുള്ള ആളുകളല്ലേ, അപ്പോൾ അവർക്ക് ആ ഒരു ഭക്തി ഉണ്ടോ എന്നുള്ളൊരു ഡൗട്ടുണ്ട്. അപ്പോൾ ബിഗ് ബോസ് വിളിച്ച് പറഞ്ഞു അല്ല സിജോ ഔട്ട് തന്നെയാണ് എന്നുള്ളത്. അല്ലെങ്കിൽ അവരത് ഔട്ടായിട്ട് കൺസിഡർ ചെയ്യത്തില്ലായിരുന്നു. അതും എനിക്കൊരു പക്ഷഭേദമായിട്ട് തോന്നി. അതിനുശേഷം മറ്റേ അവാർഡ് കൊടുക്കുന്ന പരിപാടി കഴിഞ്ഞ തവണയൊക്കെ ഉണ്ടായിരുന്നത് പോലെ തന്നെയാണ്. ചൊറിയൻ അവാർഡ് 16 വോട്ടുകളോടെ രതീഷ് കരസ്ഥമാക്കി. രസികൻ അവാർഡ് 9 വോട്ടുകളോടെ സുരേഷ് ഏട്ടൻ കരസ്ഥമാക്കി. മടിയൻ അവാർഡ് 5 വോട്ടുകളോടെ ഗബ്രി കരസ്ഥമാക്കി. ഒന്നും പറയാനില്ല ഇതിനെക്കുറിച്ച് എന്ന് ചോദിച്ച സമയത്ത് പുള്ളിക്കൊന്നും പറയാനില്ല. അതിനും മടിയാണോ എന്നുള്ള ലാലേട്ടൻ്റെ ആ ഒരു കോമഡി നൈസായിരുന്നു. സഹായി എന്ന് പറയുന്ന ആ ഒരു കിരീടം നേടിയത് ജാൻമണിയാണ്. കഴിഞ്ഞ ആഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് ജാൻമണിയുടെ സഹായ മനസ്ഥിതി. രതീഷൊക്കെ എത്ര ചൊറിഞ്ഞിട്ടും ജാൻമണി രതീഷിനെയും എല്ലാ ആൾക്കാരെയും പോലെയാണ് കൈകാര്യം ചെയ്തത്. ആരോടും ഒരു പാർഷ്യാലിറ്റി കാണിക്കാത്ത ഒരു വ്യക്തിയായിട്ട് എനിക്ക് ജാൻമണിയെ തോന്നി. ജയിലിൽ കിടന്ന സമയത്തും രതീഷ് ജാൻമണിയോട് ഭക്ഷണം ചോദിക്കുന്നുണ്ട്. രതീഷിന് വേണമെന്നുണ്ടെങ്കിൽ ഈഗോ വെച്ച് ചോദിക്കാതിരിക്കാം. രതീഷ് ശരിക്കും ഗെയിമിൽ കാണുന്ന മനുഷ്യനല്ല, വിശന്നു കഴിഞ്ഞാൽ ഒറിജിനലാവും എന്നുള്ളതിനെ കുറിച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനായിട്ടും അത് വേണമെങ്കിൽ എടുക്കാം. നോക്കുകുത്തി നിഷാനയാണ്. നിഷാന എല്ലാം അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. സത്യമാണ്, ഞാൻ അങ്ങനെയാണ്, എന്ത് ചെയ്യാം എന്നൊക്കെ നിസ്സഹായ അവസ്ഥയിൽ വന്ന് നിഷാൻ ഇങ്ങനെ പറയുന്നുണ്ട്. അത് വാങ്ങിയിട്ട് സന്തോഷത്തോടെ പോകുന്നുണ്ട്. ലീഡർ എന്ന ആ ഒരു കിരീടം അർജുൻ, ജാൻമണി, അപ്സരയ്ക്കും കിട്ടി. അപ്പോൾ അപ്സര ലീഡർ ആവുകയും ചെയ്തല്ലോ, ക്യാപ്റ്റൻ ആവുകയും ചെയ്തല്ലോ. ശുദ്ധൻ, ഋഷി, അതേപോലെ തന്നെ അർജുൻ അവർ പങ്കിട്ടെടുത്തു. ശുദ്ധൻ എന്ന് പറഞ്ഞപ്പോൾ ആരോ ജിൻഡോയുടെ പേര് പറഞ്ഞു. ജിൻഡോ അത്ര ശുദ്ധനൊന്നുമല്ല. കാരണം ജിൻഡോ എന്തൊക്കെ വെളിവുകേടുകളാണ് പറയുന്നത്. ജിൻഡോയുടെ ഉള്ളിലുള്ള ഒരു അപ്രോച്ച് ഒന്നും അത്ര ക്ലിയർ അല്ല. സ്ത്രീകളോടൊക്കെ ഉള്ള ഒരു സമീപനം, അവരെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള പരാമർശങ്ങളുമൊക്കെ എനിക്ക് പേഴ്സണലി അത്ര ശുദ്ധതയുടെ പര്യായമായിട്ട് തോന്നുന്നില്ല. കാരണം ജാൻമണി എടുത്തിടുന്നു, സ്ത്രീകളെയും സിജോയും കൂടെ ചേർത്തിട്ട് കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് ബൂസ്റ്റപ്പ് ചെയ്യുന്നു. അപ്പോൾ അതൊന്നും അത്ര നൈസ് അല്ല. അതേപോലെ മറ്റുള്ള ആളുകൾക്കെതിരെ കുടില കഥകൾ മെനയാനായിട്ടും ജിൻഡോ ശ്രമിച്ചിരുന്നു. മറ്റേ സിജോയുടെ ആർമി ബുള്ളറ്റ്, അത് മറ്റേ മിഥുൻ്റെ ആർമി കഥ പോലെയൊക്കെ ആക്കാനായിട്ട് ജിൻഡോ ശ്രമിച്ചു. അതൊക്കെ ഭയങ്കര മോശമല്ലേ? അപ്പോൾ ജിൻഡോ അത്ര ശുദ്ധനായിട്ട് എനിക്ക് തോന്നുന്നില്ല. വഴികാട്ടിയായിട്ട് ശ്രീരേഖ, അൻസിബ, റസ്മിൻ, സിജോ, റോക്കി. കോമളിയായിട്ട് 10 വോട്ടുകളോടെ രതീഷ്. ഹീറോ ആയിട്ട് 5 വോട്ടുകളോടെ സിജോ. സിജോയെ ഹീറോ ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ആളുകൾ 5 പേർ ഹൗസിലുണ്ട് കേട്ടോ. ഹീറോയിനായിട്ട് ജാസ്മിൻ 5 വോട്ടുകളുണ്ട്. ജാസ്മിൻ പറഞ്ഞ 5-6 വോട്ട് കിട്ടിക്കാണും. ഓക്കെ, അത് തന്നെ 5-6 വോട്ടുകളുണ്ടായിരുന്നു. മണ്ടനായിട്ട് ജിൻഡോനെ എല്ലാ ആൾക്കാരും തിരഞ്ഞെടുത്തു. ഇപ്പോൾ ശുദ്ധനാണ് എന്നുള്ള ഒരു രീതിയിലാണ്. ഇപ്പം ശിഷ്ടൻ ദുഷ്ടന്റെ ബലം ചെയ്യും എന്നുള്ളതാണല്ലോ. അപ്പം ജിൻഡോ ആ തരത്തിൽപ്പെട്ട ഒരു നിഷ്കളങ്കനാണ് കേട്ടോ. കുംഭകർണനായിട്ട് രതീഷ്, ജിൻഡോ അവർ പങ്കിട്ടെടുത്തു. അവരെപ്പോഴും ഉറക്കമാണ്. ജിൻഡോ ഉറങ്ങി, രതീഷ് ഉറങ്ങി. പല ലക്ഷറി പോയിന്റുകൾ അവർ കളയുകയുണ്ടായി ഫസ്റ്റ് വീക്കിൽ തന്നെ. പിന്നെ എവിക്ഷൻ്റെ പരിപാടികൾ, അതൊരു നൈസ് ഡീസൻറ്റ് അപ്രോച്ചായിരുന്നു. ഒരു രസമുള്ള, നമുക്ക് ആകാംക്ഷ തോന്നുന്ന ഒരു അപ്രോച്ചായിരുന്നു. അപ്പം എവിക്ഷനിലേക്കുള്ള ആളുകൾ ആരൊക്കെയാണെന്നുള്ളത് ഒന്നുകൂടെ പറയാം. രതീഷ്, ജിൻഡോ, റോക്കി, അൻസിബ, സുരേഷ്, സിജോ, ശരണ്യ, നോറ. അപ്പം രതീഷ് അങ്ങനെ പ്രേക്ഷക വിധി പ്രകാരം പുറത്തേക്ക് പോയി എന്നുള്ളതാണ് ബിഗ് ബോസ് അനൗൺസ് ചെയ്തത്. അങ്ങനെ രതീഷ് പുറത്തേക്ക് പോയി. അപ്പോൾ നിഷാനയ്ക്കൊക്കെ ഭയങ്കര ഫീലായി. കാരണം നിഷാനൊക്കെ അർഹതപ്പെടാതെ അവിടെ നിൽക്കുന്നു എന്ന് റോക്കി പറയുന്നുണ്ട്. ഒരു മൈൻഡ് ഗെയിം ആണോടെ. അപ്പോൾ അത് നിഷാനെ വീക്കാക്കി. അപ്പം അങ്ങനെ നിഷാനയുടെ കരച്ചിലുണ്ട്. രതീഷിനോ വേറെ ആളുകൾക്കോ അത്ര വിഷമമില്ല. എന്നാലും എല്ലാ ആൾക്കാരും ഒന്ന് ഡൗൺ ആയി. കാരണം അത്രയധികം ബഹളം വെച്ചിരുന്ന, അത്രയധികം ഒരു ഇമേജ് പുറത്തുണ്ടായിരിക്കുമെന്ന് ആളുകൾ പ്രതീക്ഷിച്ച ഒരാളാണല്ലോ അപ്രതീക്ഷിതമായിട്ട് പുറത്തേക്ക് പോകുന്നത്. അതൊരു ഷോക്കായി, ടോട്ടലി ഒരു ഷോക്കായി. നാളെ തൊട്ട് ഹൗസിൽ എന്തായിരിക്കും എന്ന് അറിയാനായിട്ട് ഒരു ആകാംക്ഷ എനിക്കുണ്ട്. എവിക്റ്റായെന്ന് അറിഞ്ഞപ്പോൾ തന്നെ രതീഷിന് ഏകദേശം ഒരു ഐഡിയ കിട്ടി. കളി റോങ് ആണ്, പുറത്ത് വേറൊരു രീതിയിൽ പ്രേക്ഷകർ മാറ്റി പിടിക്കുന്നുണ്ട്. അത് നല്ല രീതിയിൽ കളിച്ചു എന്നുള്ളത് രതീഷ് അവകാശപ്പെട്ടെങ്കിലും ഒരു പ്രശ്നമാണ് എന്നുള്ള ഒരു ഫൈനൽ ഇതിലേക്ക് എത്തി. ഏതായാലും രതീഷ് അങ്ങനെ ബിഗ് ബോസ് ഹൗസിനോട് വിട പറഞ്ഞു. ഒരാഴ്ച കൊണ്ട് എന്തൊക്കെയായിരുന്നു രതീഷ് അവിടെ ഒപ്പിച്ചത്?
ഇത് ഒന്ന് കൺട്രോൾ ചെയ്താൽ മതിയായിരുന്നു. അമിത ആവേശമാണ്. നമ്മൾ ആദ്യത്തെ റിവ്യൂ ഇട്ടപ്പോൾ പറഞ്ഞതുപോലെ അമിത ആവേശമാണ്. ഒരാഴ്ച തികയ്ക്കുമോ എന്നുള്ളത് അറിയില്ല. ഒരാഴ്ചയ്ക്കുള്ളിൽ കരയേണ്ടി വരും എന്നുള്ളതൊക്കെ അത് ഏതൊരാൾക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന സംഗതിയാണ്. ബിഗ് ബോസൊക്കെ 1 സീസൺ 2 സീസൺ കാണുന്ന ഏതൊരാൾക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന സംഗതിയാണ് രതീഷിൻ്റെ ആ കളി ഒരാഴ്ച നിൽക്കില്ല എന്നുള്ളത്. അത് ഞാൻ ഉദ്ദേശിച്ചിരുന്നു. കാരണം അയാളുടെ കയ്യിലുള്ള സാധനമൊക്കെ ഇറക്കി അയാൾ പിന്നെ എങ്ങനെ എന്ത് ചെയ്യും? ആ ഒരവസ്ഥയിലേക്കായിപ്പോയി. പെട്ടിക്ക് ആണി അടിക്കുക എന്ന് പറയുന്നത് പോലെയാണ് പോണ സമയത്ത് പുള്ളിയുടെ പാട്ട് ഇട്ട് കൊടുത്തത്. വന്നാലും പോയാലും ഉണ്ട എന്ന് പറയുന്നൊരു പാട്ട് ബിഗ് ബോസ് അവിടെ ഇട്ട് കൊടുത്തപ്പോഴത്തേന് അത് ആകെ മൊത്തത്തിൽ ഒരു ഇതായിപ്പോയി. എന്താണെങ്കിലും ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 8 കഴിഞ്ഞു. വീക്കെൻഡ് എപ്പിസോഡ് കഴിഞ്ഞു. മൊത്തത്തിൽ കളി മാറും എന്ന് വിചാരിക്കാം. വലിയ വിസ്ഫോടനത്തിന് ശേഷം നക്ഷത്രങ്ങൾ തെളിഞ്ഞു കത്തുന്നത് പോലെ എല്ലാവരും ഉയർന്നു വരുമെന്നൊക്കെ ഉള്ളതാണ് ലാലേട്ടൻ്റെ എക്സ്പെക്റ്റേഷൻ. നമുക്കും കാത്തിരിക്കാം. നന്ദി.